ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ബ്രേസ്ലെറ്റാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സ്റ്റോണും അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്റ്റൽ ബീഡ്സും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രേസ്ലെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. നമ്മുടെ എലാസ്റ്റിക് കോഡിലാണ് നമ്മൾ ഈ ഒരു ബ്രേസ്ലെറ്റ് ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേസ്ലെറ്റാണിത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 50 സെൻറ്റിമീറ്റർ നീളത്തിൽ ഈ ഒരു എലാസ്റ്റിക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനെ നേർ പകുതിയാക്കി മടക്കിയിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് ഒട്ടിച്ച് വെക്കുന്നുണ്ട്. നമുക്ക് ബീഡ്സൊക്കെ കോർക്കാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒട്ടിച്ച് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഇതുപോലെയുള്ളൊരു ബീഡ്സ് എടുത്തിട്ടുണ്ട്. അതിന് ചുറ്റും ഇതുപോലെ ഹോൾസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ രണ്ട് വശത്തായിട്ട് ഇതുപോലെ നമ്മുടെ എലാസ്റ്റിക് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ രണ്ട് വശത്തും നമ്മുടെ എലാസ്റ്റിക് കോർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിനെ ഇതുപോലെ അറ്റത്തേക്ക് വലിച്ച് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ ക്രിസ്റ്റൽ ബീഡാണ് കോർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഓരോ വയറിലും ഓരോന്ന് വീതമായിട്ട് കോർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ക്രിസ്റ്റൽ ബീഡ് ചെറിയ സൈസിലുള്ളതാണ്, വൈറ്റ് കളറാണ്. ഇനി ക്രിസ്റ്റൽ ബീഡ് കോർത്തതിന് ശേഷം വീണ്ടും നമ്മുടെ ആ ഒരു സ്റ്റോൺ പോലെയുള്ള ആ ബീഡ്സ് തന്നെ കോർക്കുകയാണ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ രണ്ട് വശത്തിലൂടെയും എലാസ്റ്റിക് കോർത്തിട്ട് അതുപോലെ തന്നെ കോർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മുടെ ക്രിസ്റ്റൽ ബീഡ് തന്നെ കോർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ നമുക്ക് ഏത് സൈസിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് കോർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം ഒരു ക്രിസ്റ്റൽ ബീഡ്, അതിന് ശേഷം നമ്മുടെ ഫ്ലവർ ബീഡ്, ആ ഒരു രീതിയിൽ മാറി മാറി കോർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ. അങ്ങനെ നമ്മുടെ ബ്രേസ്ലെറ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പകുതിയാക്കി മടക്കി കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ ഒരേ വശത്ത് വരുന്ന എലാസ്റ്റിക്കുകൾ തമ്മിലൊന്ന് കൂട്ടി കെട്ടി കൊടുക്കണം. ആദ്യം നമ്മൾ വലതുവശത്തുള്ള ഈ രണ്ട് എലാസ്റ്റിക് തമ്മിലാണ് കൂട്ടി കെട്ടി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ അതുപോലെ നമ്മുടെ ഒരു നോർമൽ കെട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ കെട്ടി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ താഴെ ഭാഗത്തും ആ ഒരു സെയിം എലാസ്റ്റിക്കിൽ തന്നെ ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ നോർമൽ കെട്ടുന്ന രീതിയാണിത്. ഇതുപോലെ ഒന്ന് കെട്ടിയിട്ടൊന്ന് റൗണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ താഴെയുള്ള എലാസ്റ്റിക്കിനെ ഇതുപോലെ മുകളിലുള്ള കെട്ടിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കോർത്തെടുക്കുകയാണ് കേട്ടോ. ഈ രീതിയിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടി കോർത്തെടുക്കുന്നുണ്ട്. അതുപോലെ മുകളിലുള്ള എലാസ്റ്റിക്കിനെ താഴെയുള്ള എലാസ്റ്റിക്കിൻ്റെ ആ ഒരു കെട്ടിൻ്റെ ഉള്ളിൽ കൂടി ഇതുപോലെ കോർത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ടൈറ്റായിട്ടൊന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കെട്ടി കഴിഞ്ഞാൽ നമ്മുടെ എലാസ്റ്റിക് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കെട്ടി കൊടുക്കാൻ കഴിയും. നല്ല ടൈറ്റായിട്ട് തന്നെ നിന്നോളും. ഇനി നമുക്കൊരു 3-4 പ്രാവശ്യം ഒന്ന് കെട്ടി കൊടുക്കാം. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പ്രാവശ്യം കെട്ടി കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത സൈഡിലുള്ള എലാസ്റ്റിക്കും ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ കെട്ടി കൊടുക്കുന്നുണ്ട്. ആദ്യം ഇതുപോലെ രണ്ടിലും നമ്മുടെ നോർമൽ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ കൂടി ഓപ്പോസിറ്റ് സൈഡിലുള്ള എലാസ്റ്റിക് ഇതുപോലെ കോർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ കോർത്തിട്ട് നല്ല ടൈറ്റ് ആക്കിയിട്ട് തന്നെ വലിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് പ്രാവശ്യം ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വരുന്ന എലാസ്റ്റിക്കിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നമ്മൾ ഈ ഒരു എലാസ്റ്റിക്കിനെ ഒന്ന് ലൈറ്റർ വെച്ചിട്ട് ചൂടാക്കിയിട്ടൊന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അഴിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ലൈറ്റർ വെച്ചിട്ടൊന്ന് ചൂടാക്കി ഉരുക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേസ്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ചെറിയ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബീഡ്സും കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുക. അതിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. മെറ്റീരിയലെല്ലാം ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ എക്സ്ട്രാ കൊളുത്തോ ഹുക്കോ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് ഇതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുപോലെയുള്ള മേക്കിംഗ് വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരുപാട് ഐറ്റംസിൻ്റെ മേക്കിംഗ് വീഡിയോകൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ കണ്ടു നോക്കണം.